ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ പനിയൊക്കെ കേട്ടോ, അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ദേ സന്യാസി വേഷത്തിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഷാളൊക്കെ ഇട്ടേക്കുന്നത് എപ്പോഴും തുടയ്ക്കാനൊക്കെ അയ്യോ ഒന്നും പറയണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഷാൾ ഞാൻ ഇട്ടേക്കുന്നത്. 2 ദിവസം കൊണ്ട് എന്താ നല്ല സുഖമൊന്നുമില്ല, ശരീരത്തിന് മൊത്തം അങ്ങ് വേദനയും. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഞാനിവിടെ കള്ളത്തര അടുക്കള വിശേഷങ്ങൾ അതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. എല്ലാം വയ്ക്കുന്നുണ്ട്, എന്നാലും വീഡിയോ എടുക്കാനൊക്കെ അങ്ങോട്ട് ഭയങ്കര മടി. അങ്ങോട്ട് ശരീരത്തിന് ആദ്യമായിട്ടുള്ള വേദന ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ 2 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത്. പിന്നെ ആരും കാണുന്നൊന്നുമില്ല, നമ്മളെ ആരും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്താവും എന്നൊന്നും അറിയത്തില്ല. വിചാരിക്കാവോ എല്ലാം നിർത്തിയിട്ടൊക്കെ പോകാമെന്ന് കേട്ടോ. ചാനലൊക്കെ അടച്ച് പൂട്ടിയിട്ടിട്ട് ഞാൻ വനവാസത്തിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മിക്കവാറും അതൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് ആരും ഇല്ലാത്തത് കൊണ്ടൊക്കെ നമുക്കൊരു വിഷമം. വ്യൂസൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. വ്യൂസ് ഇല്ലാത്തടത്ത് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോയത് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഇത് അടച്ചു പൂട്ടുന്ന ലക്ഷണമൊക്കെ കേട്ടോ. പിള്ളേർ പറയും അമ്മ അടച്ചു പൂട്ടി കേട്ടോ, അമ്മ വല്ല തൊഴിലുറപ്പിനും പോയിക്കോ. ആ സമയം കൊണ്ട് പകലൊക്കെ നമ്മൾ രാവിലെ അടുക്കളപ്പണിയില്ലേ, ആ സമയത്ത് അമ്മയും കൂട്ട് പോയി. ഇപ്പം പിന്നെ വെയിലാണെന്നും പറഞ്ഞ് എവിടെയെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ പോയി കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇപ്പം നമുക്ക് കുടുംബത്തിന് തൊഴിലുറപ്പിനൊക്കെ പോയി ഇപ്പം കാര്യമാണ് കേട്ടോ. അപ്പോഴെല്ലാവരും പറയും ഒരു ഈ ചൂട് കൂടുതലായതുകൊണ്ട് പണിക്ക് ഇറങ്ങരുതെന്നൊക്കെ പറയുന്നത് ഇതിനേട്ടോ. ഇപ്പം അമ്മ വേണമെങ്കിൽ പൊയ്ക്കോളാനൊക്കെ ചുമ്മാതെ പിള്ളേരെന്നോട് പറയുക, കളിയാക്കുക കേട്ടോ. ഞാൻ പറയാം ശരി, ഞാനെന്നാൽ അതിനെങ്ങാണം പോകാം കേട്ടോ. എനിക്കെന്തായാലും എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടേ നമുക്ക്. അപ്പോൾ കാർഡിലൊക്കെ പേര് കൊടുത്തോളാൻ ഇവർ മക്കൾ പറയും കേട്ടോ. മിക്കവാറും ഞാൻ പേരൊക്കെ കൊടുക്കും ഇങ്ങനെയാണെങ്കിൽ കേട്ടോ. 2 ദിവസം കൊണ്ട് ഇവിടെ കള്ളത്തരവുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ പിയെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുന്നേ വന്ന് മുറ്റം തൂപ്പ് തുടങ്ങിയിട്ട് 2-3 ദിവസം കൊണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് മുറ്റമൊന്നും തൂക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ റോഡും അപ്പുറത്തും എല്ലാം തൂക്കണമെങ്കിൽ നല്ലൊരു പണിയാണ്. എനിക്കാണെങ്കിൽ ശരീരത്ത് ഭയങ്കര അങ്ങോട്ട് അതിവേദന എന്ന് പറഞ്ഞാലും പോരാ, അതിവേദന. അതുകൊണ്ട് നമുക്കങ്ങോട്ട് ഒന്നും ചെയ്യാനും വയ്യ കേട്ടോ. അതുകൊണ്ട് മടിയാണ് 2-3 ദിവസം കൊണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പിയുടെ വിശേഷങ്ങളും പിന്നെ ചെടിക്കൊക്കെ വളമൊക്കെ ഇടുകയൊക്കെ ചെയ്തു. ചാണകപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സരസുമാണ് അത് എല്ലാം വളമൊക്കെ ഇട്ടു, ചാണകപ്പൊടിയൊക്കെ ഇട്ടു നില കേട്ടോ. നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് ഇടിയും മിന്നലുമായിരുന്നു. എൻ്റെ പൊന്നി, എനിക്കറിയത്തില്ല ഞാൻ ഇവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നെന്ന്. എനിക്ക് അത്രയ്ക്ക് പേടിയായിട്ട് ഇടിയും മിന്നലെന്ന് വെച്ചാൽ എന്തോ ഇടിയും മിന്നലും ആയിരുന്നു. പിന്നെ ആലിപ്പഴമൊക്കെ വീണു. പക്ഷേ ഈ പിള്ളേർ ആലിപ്പഴമൊക്കെ വീണെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തൊക്കെ കൊല്ലുക, നമ്മൾ പെരയിലോട്ടങ്ങോട്ട് അടിച്ചു കയറുക, എങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ ഇറങ്ങിയതൊന്നുമില്ല, ആലിപ്പഴം പറക്കാനൊന്നും ഇറങ്ങിയില്ല. പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നമ്മൾ കണ്ടു, അത്രയ്ക്ക് അടിച്ചു കയറുന്ന കൊല്ലാനും ഇടിയുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഭയങ്കരമായിട്ട്. അയ്യോ എൻ്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണുമോ എന്നൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് ഇങ്ങനെ ആ ചൂടെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുമല്ലേ. നമ്മളെപ്പോഴും പറയത്തില്ല ഇങ്ങനെ ചൂട് കൂടി നിൽക്കുമ്പോഴും പിന്നെ മഴ പെയ്യുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് ഇടിയും മിന്നലും കൊല്ലാനും. എൻ്റെ പൊന്നെ, ഇതങ്ങോട്ട് ഇടിയും കൊല്ലാനും വരുമ്പോഴത്തേനും എനിക്ക് പിന്നെ പ്രാർത്ഥിച്ച് ഞാനൊരു വഴിക്കാവും. എനിക്ക് അത്രയ്ക്ക് ഈ കാലൊന്നും തറയിൽ തൊടത്തില്ല. എവിടെയെങ്കിലും കസേരയിലോ കട്ടിലിൻ്റെ പുറത്തോ ചാടി കയറി ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, എങ്ങനെയാലും ഇതൊന്ന് കുറേ മഴ വരണേന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നത്, മഴ പോകാനും ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ എങ്ങനെയാണോ, ഇടിയും കൊല്ലാനും ഇല്ലാതെ മഴയൊന്ന് പെയ്യാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത്രയ്ക്ക് ഇടിയും കൊല്ലാനുമായിരുന്നു ഇന്നലെ കേട്ടോ. ഇന്നിപ്പോൾ ഇതുവരെ ഇന്നും വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെയ്യുമെന്നൊക്കെ വിചാരിച്ച് ഇതുവരെയും പെയ്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെന്താ, ഇന്നിങ്ങനെയൊക്കെ ഇന്നും അങ്ങോട്ട് പോയി കിട്ടി. ഇനി രാത്രി ആകുമ്പോഴായിരിക്കും അസുഖങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നത്. പിന്നെയും തൊണ്ടയ്ക്ക് വേദനയും പിന്നെ ചൂടുവെള്ളമൊക്കെ കൊള്ളുന്നുണ്ട്, ആവിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പെരട്ടും, നമ്മുടെ കോടാലിയോ പിക്കാസോ മൺവെട്ടി എന്തെങ്കിലുമൊക്കെ എടുത്ത് ഞാനിങ്ങനെ തൂക്കാറുണ്ട് കേട്ടോ. പിന്നെ
എന്ത് ചെയ്യാനാ, ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അതും മടി, വെയിലത്തൊക്കെ. പിന്നെ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കമൻറ്റ് തരുന്നവർ ഇന്നലെയൊക്കെ തന്ന കമൻറ്റ് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം. അപ്പോഴെല്ലാവരുടെയും വീഡിയോ കാണാനും ഒക്കെ ഞാനും നിങ്ങളുടെ അടുത്തൊക്കെ വരുന്നുണ്ടല്ലോ. ഇത്തിരി വൈകിയാലും നമ്മൾ വരും. ഒരു വൈകത്തൊന്നുമില്ല, അറിയാമല്ലോ. സുപ്പു ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കമൻറ്റ്. അപ്പോഴും നമുക്ക് എത്ര വൈകിയാണെങ്കിലും അവരുടെ അടുത്തോട്ട് ചെല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എഴുതി വയ്ക്കുന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ മൊബൈലെടുത്ത് നോക്കാൻ വയ്യാത്തത് കൊണ്ട്, ചുരണ്ടി പറിച്ച് നോക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ബുക്കിനകത്ത് നമ്മുടെ കമൻറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരെ അങ്ങോട്ട് എഴുതി വെച്ചാൽ നമുക്ക് അതെടുത്ത് ഇങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്ത് നമ്മുടെ സരസ്വതി അമ്മക്ക് അപ്പോഴും പറഞ്ഞു, സുപ്പി അങ്ങോട്ട് ചെല്ലുന്നില്ലേ അമ്മ എന്തായാലും എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ അടുത്തോട്ടും വരും കേട്ടോ. അമ്മയുടെ പൊന്നുമോള് വരാതെ ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നും ഞാനിപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴും നമ്മുടെ സരസ്സും ഇവിടെ ഇല്ലല്ലോ. അപ്പോഴെൻ്റെ പി എ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി പോകുമെന്തോ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞ അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അമ്മായിയമ്മയോട് പറയണേ, ഈ മരുമോള് തീരെയും വയ്യാതെ കിടക്കും, ഒറ്റ കിടപ്പ് കിടക്കും. അന്നേരം എന്നോട് പറയാതൊരു ഡയലോഗ് അടിച്ചിട്ടുള്ളൂ, തീരെയും വയ്യ, ഒറ്റ കിടപ്പ് കിടക്കുവാന്ന് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ തോണ്ടുന്നൊന്നും ഞാൻ പറയാം. ഞാൻ പറയും, കുശുമ്പൻ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ പറയല്ലേ, മൊബൈലൊന്നും എടുക്കുന്നില്ലെന്നേ പറയാവേ എന്നൊക്കെ ഞാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കും പനിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നാളെ രാവിലെ വരണമെന്ന്. ഞാൻ പറഞ്ഞു, തൂക്കാനായിട്ടൊന്നും വരണ്ട, എന്നെ കാണണമെങ്കിൽ വന്ന് കണ്ടിട്ടൊക്കെ പൊയ്ക്കോളാം കേട്ടോ. പാവം. എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിലൊന്നും പോയില്ലയോ, പുള്ളിക്കും വയ്യായിരുന്നു, 2-3 ദിവസം കൊണ്ട് വയ്യാതെ കിടന്നത്. അന്നേരം എന്നോട് ചോദിച്ചു അറിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ വന്ന് കാണത്തില്ലേ എന്നൊക്കെ ഞാൻ വന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ എന്നിട്ട് പറയൂ, അന്നേരം നമ്മൾ പറയുന്നതല്ല. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്നോട് അതും ഈ ഡയലോഗ്, എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആര് ചെയ്യും. ഞാൻ പറയും, വേണ്ട, കാലം ഒന്നും കഴിയണ്ട, ഇവിടെ തന്നെ നിന്നോ കേട്ടോ, അങ്ങനൊന്നും പോയി കളയല്ലേ. അയ്യോ, ഭയങ്കര രസമാണ് ആള് കേട്ടോ. അങ്ങനെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പോയി. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോഴും ഇന്നും നമ്മുടെ പി എയുടെ വിശേഷങ്ങളൊക്കെ ഞാനും ഉണ്ട്. എനിക്ക് വലിയ വെയിലത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ, എന്നാലും നമ്മളും അസിസ്റ്റൻ്റായിട്ട് പുറകെ നിന്ന് വീഡിയോ ഒക്കെ കുടയൊക്കെ ചൂടി എനിക്ക് വയ്യാലോ, അടങ്ങിയിരിക്കുന്നത്. എന്നോട് പറയും, വാ അവിടെ വന്ന് വീഡിയോ പിടിക്കുക, തന്നെ നിൽക്കത്തില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഞാനും ഇറങ്ങി നിൽക്കും, കുടയൊക്കെ ചൂടി, വെയിലല്ലേ. അന്നേരം ഒരു പറയാം, കൊള്ളാം, എന്നെ വെയിൽ കൊള്ളിച്ചിട്ട് ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, വാ ഈ കുടയിലോട്ടൊന്ന് വന്ന് നിന്നോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ടൊക്കെ പോയി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പനിയൊക്കെ മാറട്ടെ, നാളെയൊക്കെ സുഖമായി വരുമ്പോൾ നമുക്ക് അടുക്കളയിലെ വിശേഷം എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വെച്ചത്, ഇന്ന് സാമ്പാർ വെച്ചു, കാബേജ് തോരൻ വെച്ചു, ചൂടക്കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാറുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ വേറെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, പക്ഷേ ഞാനത് എടുത്തില്ല കേട്ടോ, നാളെ എടുക്കാം എല്ലാം കൂടെ. അങ്ങനെ അപ്പം ഇന്നലെ എനിക്ക് കമൻ്റ് അയച്ചു, ഞാൻ സന്യാസിനിയുടെ കൂട്ടെ എനിക്ക് ആവി എടുക്കുന്നു, നമുക്ക് എന്താ അസ്വസ്ഥതയാകുമ്പം പിന്നെ ഷാളൊക്കെ അങ്ങോട്ട് ഇടും കേട്ടോ, അല്ലെങ്കിൽ എല്ലാം ദൂരെ പറിച്ച് കളയും. ഈ എന്തൊരു ചൂട് കൊണ്ട് സഹിക്കാൻ മേല കേട്ടോ. സന്യാസിനിയൊന്നുമല്ല കേട്ടോ ഞാൻ. അപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരാൾ രാവിലെ എന്നെ ആശുപത്രി കൊണ്ടുപോയി വന്നേക്കുന്ന കണ്ടോ, എന്നിട്ട് വന്ന് തൂക്കുക. എന്താ കാര്യം പറയാൻ വയ്യ, എന്നെ ആശുപത്രി കൊണ്ടുപോയോ, കാര്യം പറയാൻ വയ്യായെ, എന്നെ ആശുപത്രി കൊണ്ടുപോ, തൂത്തിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോ, വണ്ടി വിളിച്ചു കേട്ടോ. ഇന്നലത്തെ മഴയ്ക്ക് വീണതാണ്. കരിയിലക്കിളിയെല്ലാം കൊണ്ട് എന്തൊരു ബഹളം രാവിലെ. കരിയിലക്കിളിയേ, ഓ എന്തൊരു ബഹളം, ഭയങ്കര ചിലപ്പോൾ എല്ലാം കൂടെ.
അന്ന് ചെടിക്കെല്ലാം ചാണകപ്പൊടി ഇട്ട് തരുക. ഞാനൊന്നും പറഞ്ഞില്ല, ചെടിക്കെല്ലാം ചാണകപ്പൊടിയൊക്കെ ഇട്ട് തരുക കേട്ടോ. ഓ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഹൗ ആർ യു? ഹൗ ആർ യു? ഞാൻ എന്തോ പറഞ്ഞത്, ആൻസർ എന്തോ പറയണോന്നാ? ഫൈൻ. ഫൈൻ. വളവിടില്ല. ഫൈൻ. ഫൈൻ. ആ പഠിച്ചിട്ടല്ല വന്നത്. എന്തിയ കമ്പ് ഞാൻ പൊട്ടിക്കുമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതെല്ലാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം പഠിച്ചുകൊണ്ടേ ഇങ്ങോട്ട് വരാമെന്ന് ഈ അപ്പൂപ്പൻ കുട്ടിയോട്. മഴയൊക്കെ പെയ്തതുകൊണ്ട് ഞങ്ങൾ ചെടിക്കെല്ലാം ചാണകപ്പൊടി ഇട്ടു. ചാണകപ്പൊടി നമുക്ക് കിട്ടിയായിരുന്നു. ചാണകപ്പൊടി ഇടുക. ഇതേ ഭിത്തിയിലൊന്നും വരച്ച് വെക്കരുത്. ഇങ്ങോട്ട് എനിക്ക് വയ്യ തേച്ച്. ഇനി ഇവിടെ ഇപ്പുറത്ത് എല്ലാം ഇതിന് ഈ ചട്ടിക്കകത്തെല്ലാം ഇട്ടോ. ആരാ? ആ നോക്കിക്കൊണ്ട് പോട്ടെ. ആരെങ്കിലും ഒക്കെ ജോലിക്ക് വിളിക്കട്ടെ. ഇവിടെ ചെയ്യുന്നത് കണ്ടിട്ട് വേണം അവരൊക്കെ വിളിക്കാൻ. അതിന് ഇനി നമുക്ക് ഇവിടെ ഇതിനകത്ത് ഈ ഇരിക്കുന്ന ചട്ടിക്കകത്ത് നടണം. ഞാൻ പറയുന്നതല്ല കേൾക്കുന്നത്. ആ റോസയ്ക്ക്, നമ്മുടെ റോസയ്ക്ക് ഇച്ചിരി ഇട്ടേ. വേണ്ട, ആ പൈപ്പിൻ്റെ അടുത്ത് ആ റോസയ്ക്ക്, വെള്ള റോസയ്ക്ക് ചട്ടിക്കകത്ത്, അതിനകത്ത് പോച്ച പറിച്ചിട്ടിട്. ആ അതിനകത്ത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്ന എന്തിനാ? നമ്മുടെ തെറ്റിക്കൊക്കെ ചേച്ചി വാരി ഇഴ. ആ എല്ലാത്തിനും ചട്ടിക്കകത്ത് നിൽക്കുന്നതിന് എല്ലാത്തിനകത്തും ഇട്ടേരെ. നമ്മുടെ സരസ് ഇവിടെ ഇല്ലാത്ത തക്കത് നോക്കി നമുക്ക് ചാണകപ്പൊടി എല്ലാം തകർത്ത് വാരി ചെടിക്കണം. സരസ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ചെടിക്ക് ഇടാൻ തരത്തില്ല. സരസുവിൻ്റെ ചീനിക്കമ്പിനകത്ത് ഇടാനേ സരസു എടുക്കത്തുള്ളൂ കേട്ടോ. ഓരോന്നിനകത്തിടുക അങ്ങനെ. ആ ശരി ഇട്ടേ, പെട്ടെന്ന് വളരട്ടെ. പെട്ടെന്ന് വളർന്നിട്ട് വേണം അതിനകത്തുനിന്ന് എനിക്ക് ഇലയെടുക്കാൻ, സാമ്പാറിന് കടുക് വറക്കാൻ. വഴുതനയുടെ മൂടൊന്നേ വളഞ്ഞിട്ട് അതിനകത്ത് വാരിയിടും. ദേണ്ട ആ വഴുതന, അതിൻ്റെ മൂടൊന്നേ വളഞ്ഞിട്ട്. ഇവിടെ ഞാൻ ആത്തയുടെ തൈ കൊണ്ട് ഇട്ടേക്കുന്നു. നമുക്ക് ആ അരുവിലങ്ങനെ നടാം കേട്ടോ. അത് അരുവിലോട്ടങ്ങനെ ഞങ്ങളുടെ പേരെ നിറച്ചും പേരയ്ക്കും ഉണ്ട്. ഒത്തിരി എനിക്ക് പറിച്ചു തന്നു രാവിലെ കേട്ടോ. അവിടെ നിർത്തിയിരുന്ന വവ്വാലടിച്ചുകൊണ്ട് പോകും. അമ്മ കാണണ്ട അങ്ങനെയൊക്കെ വാരി ഇടുന്നത് കേട്ടോ. സരസു കാണണ്ട അങ്ങനെയൊക്കെ വാരി ഇടുന്നത്. ഒന്ന് ആ വഴുതനയ്ക്ക് ഒന്ന് തടവെടുത്തിട്ട് വാരിയിടും. അതിൻ്റെ വട്ടം ഒന്ന് വളഞ്ഞേരെ, വഴുതനയുടെ മൂട്. അത് 2 തൈ ഉണ്ടായിരുന്നു. പതുക്കെ, അവിടെ പൈപ്പുണ്ട് കേട്ടോ. പതുക്കെ, പതുക്കെ. അല്ലെങ്കിലേ അങ്ങ് ഒലിച്ചു പോകും അത് വെള്ളം വീഴുമ്പം. അതാകുമ്പം മൂട്ടി കിടന്നോളുമല്ലോ. വെള്ള വഴുതന. മതി. ഇനി അവിടെ വാരിയിട്ടേരെ. അത് നമുക്ക് ആ അരുവിലോട്ട് കൊണ്ട് നടാം. ആത്തയ്ക്ക പറിക്കാം. ഇനി ടപ്പേന്ന് കിളിച്ച് കയറും. നല്ലോണം കിളിച്ച് മഴ പെയ്തപ്പോഴേ നല്ലതായിട്ട് കിളിച്ച് വരുന്നുണ്ട്. ദാണ്ട് കറ്റാർവാഴ ദാണ്ട് ഇവിടെ കൊണ്ട് നട്ട് ഇച്ചിരി അതിൻ്റെ മണ്ട വന്നു കേട്ടോ. പഴത്തൊലിയും ഒക്കെ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഇച്ചിരി ഒരു പഴത്തോല് നല്ലതാണ് കറ്റാർവാഴയ്ക്ക്. രണ്ടും കൂടെ ഒരു മൂട്ടിലങ്ങ് നട്ടേരെ. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇച്ചിരി കൂടെ താഴോട്ട്. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ നടുന്നത്? എളുപ്പം കിളിക്കണേ, എളുപ്പം ആത്തിക്ക പിടിക്കണേന്നും പറഞ്ഞ് നട്. ചെറിയതാ. കിഴക്കോട്ട് ചായച്ച് വയ്ക്ക്.
അങ്ങനെ ഇവിടെ മണ്ണിട്ട്. ഓക്കെ, ഇനി എങ്ങും ചാടിപ്പോകത്തില്ല. മതി മതി മതി. പിന്നെ ചെറുതല്ലേ, നല്ലതാ. മതി, ഇച്ചിരി വെള്ളം കൂടെ പിടിച്ചൊഴിച്ചേരെ. അവിടുന്ന് എടുത്തു. വാടാതെ, അല്ലെങ്കിൽ ചിലപ്പം വാടിയാലോ. അത് വെള്ളം അങ്ങോട്ടും മണ്ണ്. അടച്ചു വയ്ക്കുക, വെള്ളം പോകാതല്ലയോ. ഇവിടുത്തെ മണ്ണിച്ച് പടിഞ്ഞാറോട്ട് നീക്ക്, അന്നേരം പോകത്തില്ല വെള്ളം. അങ്ങനെ ഒഴിച്ചരിച്ചിരിയും കൂടെ. ഇപ്പം അങ്ങനെ കിടന്നോളൂ. അത് സാരമില്ല. കവർ പൊട്ടിച്ചിടും. ഞാനേ ഒരിടത്തുനിന്ന് കട്ട ഒടിച്ചുകൊണ്ട് വന്നതാണ്. അത് കട്ട ഒടിച്ചുകൊണ്ട് വന്ന് നട്ട് വെച്ചേക്കും. നീല ചെമ്പരത്തി എനിക്ക് പണ്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 കമ്പ് അടിച്ചു മാറ്റി. ആരോടും പറയരുത്, നമ്മൾ 2 മാത്രമേ. ആ കവറങ്ങ് പൊട്ടിച്ചാൽ മതി. വെയില് തണലത്തോട്ട് നിൽക്ക്. പൊട്ടിച്ച് അതിനകത്തോട്ട് അങ്ങ് ഇറക്കി നട്ടാൽ മതി. 2 പൂ പിടിച്ച് അതിനകത്ത് പൂ പിടിച്ച്. അതുകൊണ്ടല്ലേ 2 പൂ പിടിച്ചു. ഓ, പ്രാർത്ഥിച്ചോണ്ട് നട്. ദൈവമേ, ഒത്തിരി പൂ കിട്ടണേ, 1 കൊല പൂ പിടിക്കണേ. നല്ല മണ്ണാ നമ്മുടെ അവിടുത്തെ അല്ലയോ. നല്ല സൂപ്പർ മണ്ണ്. റോസയൊക്കെ നമ്മൾ ഇതേപോലെ നമ്മുടെ അരിച്ചാക്കിനകത്തൊക്കെ നട്ട് വെക്കണം. നട്ട് വെച്ച് ഇവന്മാരൊന്ന് വളർന്നു കഴിയുമ്പോൾ എടുത്ത് തറയിൽ നടണം കേട്ടോ. എൻ്റെ ഒരു ട്രിക്ക് അതാണ്. വേണ്ടോ, ഒത്തിരി നാളായതാണ് നമ്മളത്. ഒടിച്ചു കളയല്ലേ. ആ റോസ നമ്മൾ ഇങ്ങനെ നട്ട് വെച്ചിട്ട് ഒത്തിരി പൂവായി കേട്ടോ. റോസ ഇപ്പുറത്ത് ഇപ്പം ഉണ്ടല്ലോ റോസ പൂ കണ്ടോ. അതങ്ങനെ അങ്ങ് താഴോട്ട് ഇറക്കി വെച്ചാൽ മതി. അമ്മച്ചി, എൻ്റെ റോസ പോയി. അതിന് വേദനിക്കത്തില്ലയോ. ഇത് കൊള്ള. ഈ ബംഗാളിയെ കൊണ്ട് എനിക്ക് വയ്യ. ഈ ബംഗാളിയെ ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചു വിടത്തേ ഉള്ളൂ. അതിന് മൂട് താഴോട്ട് പോയില്ല, ഇച്ചിരിയും കൂടെ പോണം. ബംഗാളി, അതിൻ്റെ മൂട് ഇച്ചിരി കൂടെ താഴോട്ട് പോണം. നേരെ വെക്കെടുത്ത്. ഈ ബംഗാളി പറഞ്ഞു. അയ്യോ, പിഴല്ലേ. എൻ്റെ ദൈവമേ, വേണമെങ്കിൽ പിടിലും വെക്കും ഈ ബംഗാളി. അങ്ങനെ ഒരു ബംഗാളിയായി ഈ ബംഗാളി. നന്നായിട്ട് കൂട്ടി വെക്ക്. ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് അത് തന്നെ കിളിച്ചതാട്ടോ. തന്നെ ചട്ടിക്കകത്ത് തന്നെ നിൽക്കുക. അതിങ്ങനെ എങ്ങോട്ട് പടർത്തണമെന്ന് എനിക്കറിയത്തില്ല. ഇതുവഴി നമ്മുടെ പഴയ പെരയുടെ മേളിലോട്ട് പടർത്തിയാലോ എന്ന് വിചാരിക്കുക. ഇടയ്ക്ക് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ ഇലയെടുക്കാം. ഷുഗറുകാർക്കൊക്കെ നല്ലതല്ലേ ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിലെ മറ്റേ മഞ്ഞ കളറല്ല കേട്ടോ. ഇല്ല, നമ്മുടെ ആപ്പിളിൻ്റെ പുറത്തെ കളറുണ്ടല്ലോ, ആ ഒരു കളറുള്ള ഫാഷൻ ഫ്രൂട്ടാട്ടോ. ഇങ്ങനെ എങ്ങോട്ട് പടർത്തണമെന്നും വിചാരിച്ചിരിക്കുമോ ഞാൻ. ഇതിനെല്ലാം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ട് ഈ ചെടി. ഡാഫോഡിൽസ് എന്നോ കണ്ടോ ഇതിൻ്റെ പേര്. ജറബറയുടെ വേറൊരെണ്ണം. അപ്പോഴതേ ഇവിടെ നിന്ന് എല്ലാ ചെടിക്കും നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. വെയിലായപ്പോഴത്തേന് എൻ്റെ ചെടി മൊത്തത്തിൽ പോയി. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പോയി കേട്ടോ. ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാവരും കയറി വരുമായിരിക്കും അല്ലേ. ഇങ്ങനെ ഇനി ഒത്തിരി ചട്ടി ഇങ്ങനെ ഇവിടെ വെയിലായതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റിയതാണ്. ഇനി ഈ ചട്ടിക്കെല്ലാം പെയിൻ്റ് അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ഇനി അപ്പോൾ വീണ്ടും തുടങ്ങണം. പെയിൻ്റൊക്കെ ഇഷ്ടംമാതിരി ഇരിപ്പുണ്ട് കേട്ടോ.
വേണ്ട ഈ ചെടി കണ്ടോ, ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ കണ്ടോ ഇഷ്ടം പോലെ പൂവുണ്ട്. ഇങ്ങനെ പൊക്കത്ത് വെച്ചിട്ട് താഴോട്ട് വന്ന് കിടക്കുമ്പോഴാണ് നല്ല ഭംഗി. അപ്പോൾ അവനെ ഞാനെടുത്ത് നമ്മുടെ അവിടോട്ടെടുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് മഴയൊന്നും പെയ്തില്ല. അപ്പോൾ നമ്മുടെ ഒരു ശംഖുപുഷ്പം തട്ടിൻ്റെ ഞാനിവിടെ പടർത്തി കൊടുത്തിട്ടുണ്ട്. കണ്ടോ ശംഖുപുഷ്പം ഞാൻ ചായ ഇട്ട് കുടിച്ചില്ലേ, ഇത് 6 ഇതളുള്ള ശംഖുപുഷ്പമാണ്. കണ്ടോ നിങ്ങൾ, ഞാൻ പടർത്തി. അപ്പോൾ ഇത് നന്നായിട്ട് പടർത്താനാണ്. അപ്പുറത്ത് നമ്മുടെ ഒറ്റത്തട്ടിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.